Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ്മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് ഇതിനെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ സ്റ്റെപ്സാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 1:1 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായത് ഒരു 3 ഫോട്ടോസ് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ 1:1 റേഷ്യോയിലാണെങ്കിൽ 1:1 റേഷ്യോയിൽ ഫിറ്റായിട്ടുള്ള 3 ഫോട്ടോസ് ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഞാനിപ്പോൾ 1 സെക്കൻഡിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ എത്ര സെക്കൻഡ്സ് ആണോ വേണ്ടത് ആ ഒരു രീതിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് 1 സെക്കൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 0.15 വന്ന് ഒരു ബീറ്റ് മാർക്കും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഓരോ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്ലിപ്പിലേക്ക് വരിക, എഫക്ട്സ്, ആഡ് എഫക്ട്സ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ലോങ് ഷാഡോ എനേബിൾ ചെയ്യുക. ലോങ് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. ലോങ് ഷാഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് സൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ ഈ ഒരു വാല്യൂവിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. 0.017 ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൽഫ എന്ന് പറഞ്ഞൊരു അതിൻ്റെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 56ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൽഫയുടെ വാല്യൂ നമ്മൾ ഇത് ആംഗിളാണ്. ഇവിടെ താഴെയായിട്ട് ആൽഫ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 56ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 56 ആക്കി കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത ഒരു ക്ലിപ്പിലും ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും, 2 ക്ലിപ്പ് ഒരുപോലെ ഉണ്ട്. ആ ഒരു 2 ഷേപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ താഴെയുള്ള ആ ഒരു ലെയറിലും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പിൽ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് നിങ്ങൾ എടുക്കുക. ശേഷം ഈ ഒരു ഷേപ്പ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയാണോ വേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ ഫേസും കറക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്ക് കറക്റ്റ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ എൻ പോയിൻറ്റിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 1 സെക്കൻഡ് ആയതുകൊണ്ട്. അതുപോലെ നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓരോ ലെയറിനായിട്ട് വന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഇവിടെയല്ല ലോങ് ഷാഡോ കൊടുക്കണം. നമ്മളിത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ശേഷമാണ് ലോങ് ഷാഡോ കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് മാറിപ്പോയി. നിങ്ങൾ ആ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അടുത്തതിൽ പേസ്റ്റ് ചെയ്താൽ മതി. ദെൻ നമ്മൾ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക ഇതേപോലെ. ദെൻ ഈ ഒരു ഫോട്ടോവും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഫോട്ടോവും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ശേഷം ഇതിലേക്കാണ് നമ്മൾ ആ ഒരു ലോങ് ഷാഡോ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് 2 സൈഡിലേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 ലെയർ നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്തെടുക്കുക. ഗ്രൂപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഒരേ സൈസിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം ഒരേ സൈസിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ 3 ഡോട്ടിലൊന്ന് ഒന്നുകൂടെ അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഇതേപോലെ 2 കോർണറിലേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 കോർണറിലേക്കായിട്ട് 2 ഫോട്ടോസും സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോങ് ഷാഡോയുടെ കളറ് വന്ന്, അതായത് നമുക്കിവിടെ ലോങ് ഷാഡോക്ക് ഇവിടെ കളർ കൊടുക്കാണ്ട് ആ ഒരു കളർ വന്ന് നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് കൊടുക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നീലയാണെന്നുണ്ടെങ്കിൽ നീല കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ലോങ് ഷാഡോ നീല കൊടുക്കുക. ആ ഒരു രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പം വൈറ്റ് ആയതുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വന്നൊരു വൈറ്റിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഷാഡോവും ഞാൻ വന്ന് വൈറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുക ആ ഒരു കളറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലിപ്പിലെടുക്കുക. ദെൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ആ ഒരു റെഡ് ലൈൻ വരുന്ന രീതിക്ക് കറക്റ്റ് മൂവ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 4th കർവാണ് കൊടുക്കുന്നത്. അധിക സ്ഥലത്ത് ഈ ഒരു 4th കർവായതുകൊണ്ട് തന്നെ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിലേക്ക് വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ 2ാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് -5 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് -5 ആക്കിയിട്ട് അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ്. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെയിൽ ടൂളിൽ അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ അത് വന്ന് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൽ നമ്മൾ റൊട്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമേ റൊട്ടേഷൻ്റെയും അതേപോലെ തന്നെ പൊസിഷൻ്റെയും കാര്യത്തിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. ഇത് ഈ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. ദെൻ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക, നമ്മൾ കർവ് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റൊട്ടേഷനിൽ പറഞ്ഞാൽ ഇത് +5ലേക്ക് സെറ്റ് ചെയ്യുക. 2ാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ +5ലേക്ക് സെറ്റ് ചെയ്യുക.
ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ -90 സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ നമ്മുടെ കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നേരത്തെ പോലെ തന്നെ ആ ഒരു സൂം ട്രാൻസിഷനാണ്. നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിം സൂം ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ കർവ് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ആ ഒരു സൈഡിൽ നിന്ന് റൊട്ടേറ്റ് ആയിട്ട് ഇതേപോലെ കറക്റ്റായി വരുന്ന ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ മോഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യണം അതിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മോഷൻ ബ്ലർ ഡിഫോൾട്ടായിട്ട് 1 നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വാല്യൂ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ട്യൂൺ വന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് 1 തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളെ വീഡിയോയുടെ ഭംഗി പോവാത്ത രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അതുപോലെ നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ എൻഡിലായി വന്ന് കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് നമ്മളൊരു 50-55 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു ബേസ് ആ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ലെയറിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക ഇതേപോലെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളറും വന്നിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ആവുന്ന രീതിക്ക് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് ഏത് കളറാണോ സെറ്റ് ആവുന്നത് ആ ഒരു രീതിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്രേ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആ ഒരു സംഭവം ആ ഒരു ബ്ലെൻഡിങ് ആയി വരുന്ന രീതിക്കാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ ആഡ് ചെയ്യാണ്. ഈ ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഓവർലേ വന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ടെലഗ്രാം ചാനലിൽ ഈ ഒരു ഓവർലേ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോർഷൻ വന്ന് ഇതിൽ കട്ട് ചെയ്തിട്ട് എൻഡിലായി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോർഷൻ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്യുക, ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ലൈറ്റ് ആൻഡിൽ സ്ക്രീൻ സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ലെയറിൻ്റെ താഴെയായിട്ട് ആ ഒരു ലെയറും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അഗെയിൻ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക, ഒരു ലെയർ ഇതേപോലെ കീ ഫ്രെയിം കൊടുക്കണം. ഫസ്റ്റ് കീ ഫ്രെയിം 0 ആക്കി കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. എൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 100. ഓക്കെ, സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. അപ്പം ഇപ്പോൾ തന്നെ നല്ലൊരു ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്യുക. ഈ ഒരു ഫോട്ടോ വന്ന് ഈ ഒരു സെയിം റേഷ്യോയിൽ വേണമെന്നില്ല. നമ്മൾ ഒരു ഫ്ലിപ്പ് ലെയറാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ട പോലെ. അതുകൊണ്ട് തന്നെ 1:1 റേഷ്യോയിൽ വേണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു റേഷ്യോ ഉള്ള ഒരു ഫോട്ടോ എടുത്താൽ മതി. ഞാനിപ്പോൾ 1:1 റേഷ്യോയിൽ എടുക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിത് സൂം ഔട്ട് ചെയ്യണം കുറച്ച്. ഓക്കെ, കുറച്ച് സൂം ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ലാഗ് വരുന്നതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ലേയേഴ്സും ഓഫാക്കി ഇടുന്നുണ്ട്. ദെൻ നമ്മൾ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്യാം. ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്ത ശേഷം നമുക്കിവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താണ്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ സോളിഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ട് അതിനൊരു കളർ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആവുന്ന ഒരു കളർ കൊടുക്കുക. ദെൻ നമ്മൾ തിക്നെസ്സിലേക്ക് വരിക. തിക്നെസ് നമ്മൾ 1.40. ഓക്കെ, ആ റേഞ്ചിൽ തിക്നെസ് സെറ്റ് ചെയ്യുക. അതുപോലെ നമുക്കിവിടെ ഇനി ആംഗിള് അതേപോലെ തന്നെ കുറച്ചധികം ചേഞ്ചസ് വരുത്താണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്സിസിലേക്ക് വന്ന ശേഷം ആക്സിസ് ഒന്ന് 45 ഡിഗ്രിയിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആക്സിസ് കറക്റ്റ് 45 ആക്കി കൊടുക്കുക. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്ന ശേഷം നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക, സ്ട്രോക്കിൻ്റെ കളർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഷാഡോയും സെറ്റ് ചെയ്യുക, സെയിം കളറിൽ ഷാഡോയും സെറ്റ് ചെയ്യുക, അതിൻ്റെ വാല്യൂം അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ അഗെയിൻ ഫ്ലിപ്പ് ലെയറിലേക്ക് വരിക. ഫ്ലിപ്പ് ലെയറിലേക്ക് വന്നാൽ നമുക്കിവിടെ ആംഗിൾ സെറ്റ് ചെയ്യാണ്ട് ആംഗിൾ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതുപോലെ തന്നെ എൻഡിൽ ഒരു കീ ഫ്രെയിം. അപ്പോൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ -180 സെറ്റ് ചെയ്യുക. ഓക്കെ, -180 കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ -26 ആണ്. അപ്പോൾ -26 കറക്റ്റ് ആ ഒരു വാല്യൂ സെറ്റ് ചെയ്യുക. ഞാൻ എപ്പം പറയുന്ന പോലെ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്താം. ദെൻ ഇവിടെയും നമ്മൾ ആ ഒരു 4th കർവ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് സെറ്റ് ചെയ്തു. ഇനി ഇവിടെയും വന്ന് നമുക്കൊരു സൂം ട്രാൻസിഷൻ ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0. ഓക്കെ, ദെൻ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക, എൻഡിൽ നോർമൽ. ദെൻ അവിടെയും നമ്മളൊരു 4th കർവാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ മോഷൻ ബ്ലർ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ
എഫക്ട്സിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഓവർലേ കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു ഓവർലേ ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഓവർലേ ഞാൻ വന്നെൻ്റെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ഇതേപോലുള്ള കുറേ അധികം ഓവർലേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓവർലേയുടെ സൈസൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂമിൽ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓവർലേയുടെ കുറേ അധികം കളർ വേരിയേഷൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ബ്ലൂ ആണ് കിട്ടിയത് വേഗം, അതുകൊണ്ട് ഞാൻ ബ്ലൂ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഉള്ള കളറ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കുറേ അധികം ഓവർലേസ് എൻ്റെ ടെലഗ്രാം ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റനിൽ വന്നിട്ട്, അതായത് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റിൽ ലൈറ്റനിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ അത് വന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ എൻഡിലായി വന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ലേയേഴ്സും ഓണാക്കി കൊടുക്കുക. എല്ലാ ലേയേഴ്സും ഓണാക്കിയ ശേഷം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ കുറച്ചധികം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൂമിൽ വന്നിട്ട് ഒരു റെക്റ്റാങ്കിളുടെ സൈസ് വന്ന് കുറച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൻ്റെ സൈസ് വന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷനും കറക്റ്റായി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ ഒന്നിൻ്റെ മേലെ ഒന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇത് ചെയ്ത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. then നമ്മൾ റെക്റ്റാങ്കിൾ എനേബിൾ ചെയ്യുക. സെലക്ട് ഓൾ ലെയേഴ്സ്, ഗ്രൂപ്പ് ആൻഡ് മാസ്ക്. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഷെയ്ക്കാണ് കൊടുക്കേണ്ടത്. ഒരു മിനിമൽ ഷെയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ ഓസിലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഓസിലേറ്റ് ആഡ് ചെയ്ത് അവിടെ വെക്കുക, നമ്മളിപ്പോൾ ചെയ്യേണ്ട. ദെൻ നമ്മൾ സ്കെയിൽ ടൂളിലേക്ക് വരിക. സ്കെയിൽ ടൂളിൽ വന്ന ശേഷം ചെറിയൊരു സൂം കൊടുക്കുക. അതായത് എൻഡിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോപ്പ് ആവുന്ന രീതിക്ക് ഒരു ചെറിയൊരു സൂം കൊടുക്കുക. ദെൻ ഇതേപോലെ എൻഡിലേക്കായിട്ട് ആ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഓക്കെ, അത്യാവശ്യം ലാഗ് വരാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ ആ ഒരു ലെയർ ഞാൻ ഓഫാക്കി ഇടുന്നുണ്ട്. ദെൻ നമ്മൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ലെയർ ഓഫാക്കി ഇടുമ്പോൾ നമുക്ക് കുറച്ച് ലാഗ് കുറയും, പക്ഷേ നമുക്ക് പ്രിവ്യൂ കിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് പ്രിവ്യൂ നോക്കേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓസിലേറ്റിൽ വന്ന ശേഷം ഓസിലേറ്റിൻ്റെ ആംഗിൾ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓസിലേറ്റിൻ്റെ ആംഗിൾ നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ മാഗ്നിറ്റ്യൂഡിലേക്ക് വന്നിട്ട് മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ 0 ആക്കുക. ദെൻ 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റിൽ, എൻഡിൽ, സെൻറ്ററിൽ. ദെൻ സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ അവിടെ കൊടുക്കേണ്ട കർവ് പറഞ്ഞാൽ ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു കർവാണ് കൊടുക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു കർവാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓസിലേറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സ്, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ നമ്മൾ സ്വിങ് എഫക്റ്റ് കൊടുക്കുക. സ്വിങ് എഫക്റ്റിൽ വന്ന ശേഷം നമ്മൾ ആംഗിൾ 1ലേക്ക് വരിക. ആംഗിൾ 1 നമ്മൾ 0 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആംഗിൾ 2 നമ്മൾ 0 ആക്കി കൊടുക്കുക. ഇവിടെയും നമുക്ക് കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആംഗിൾ 2ലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻഡിലായിട്ടൊരു കീ ഫ്രെയിം, ഫസ്റ്റിലായിട്ടൊരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം. ദെൻ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഒരു 5ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ്. ഓക്കെ, കറക്റ്റ് 5 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഒരു കർവ്, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ ഈ ഒരു കർവ്, രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ ഈ ഒരു കർവ്. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ 1ൽ വരിക. 3 കീ ഫ്രെയിം, ഫസ്റ്റ്, എൻഡിൽ, സെൻറ്ററിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ -5 ആക്കി കൊടുക്കുക. കറക്റ്റ് -5 ആക്കിയ ശേഷം ഇതിനും നമ്മൾ ആ ഒരു കർവ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഒരു കർവ്, പിന്നെ ഈ ഒരു കർവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ വന്ന് ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഷൻ ബ്ലർ കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ അത്യാവശ്യം ലാഗ് ഉണ്ട്, എന്നാലും ഈ ഒരു രീതിക്കാണ് നമ്മുടെ ആ ഒരു പ്രിവ്യൂ വരുന്നത്. ഓക്കെ, നിങ്ങൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അത്യാവശ്യം നല്ലൊരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം ഇതിലും ബെറ്ററായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.